and welcome to Conversations. Conversations in മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. Today we have a personality with us who needs no introduction. She has become a brand over the years. Somebody who is a fine exponent of dance, a veteran dancer, demonstrator, and somebody who worships dance. And over the years, she has grown into a personality which Kerala, which India knows. I have great pride in welcoming Medhil Devika to our show. Welcome to Conversations, Devika. Thank you so much, Sudhir. Now, Medhil Devika, you're a brand. How did this happen? Was it a conscious attempt to convert yourself into a brand, or did it just happen? ഇത് സംഭവിച്ചു പോയൊരു സാധനമാണ്. അല്ല, നമ്മൾ കോൺഷ്യസ് അല്ലാണ്ട് ഒന്നും ചെയ്യാറില്ലല്ലോ. ബട്ട് നോട്ട് ദാറ്റ് ഞാൻ കോൺഷ്യസ്ലി ബ്രാൻഡ് ആവാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കോൺഷ്യസ്ലി ടു ബി എക്സലന്റ് ഇൻ വാട്ട് ഐ ലവ് ദ മോസ്റ്റ് ആൻഡ് വാട്ട് ഐ ലൈക്ക് ടു ഡു, അതിന് ഐ വാസ് വെരി കോൺഷ്യസ്. സോ ഐ തിങ്ക് അതായിരിക്കണം. If you call me a brand, maybe that should be the reason. അല്ല, കാരണം പറഞ്ഞാൽ അത് ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞു. And there is a need also, because when you have a large number of artists who can perform at the same level, what makes you stand out is that branding strategy. അപ്പം Medhil Devika is no longer the dancer that you used to be. You've become almost an epitome of dance. Thanks to your research in dance, thanks to the different flavors that you have brought into dance. ഞാൻ പണ്ട് ദേവികയുടെ ഡാൻസ് കണ്ടപ്പോൾ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് വെച്ചാൽ, ഐ സോ യു എക്സ്പെരിമെൻറ്റ് വിത്ത് ദ ഫോം ഓഫ് മോഹിനിയാട്ടം. ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ മോഹിനിയാട്ടം ഈസ് അബൌട്ട് ലാസ്യവിലാസ നടനം. അതിനകത്ത് സ്ത്രൈണഭാവമാണ് കൂടുതലും. വേറസ് ഞാൻ കണ്ട പെർഫോമൻസിനകത്ത് ഐ സോ എ കോൺഷ്യസ് അറ്റംപ്റ്റ് ടു മാസ്കുലിനൈസ് ദറ്റ് പെർഫോമൻസ്. അത് ആ അറ്റംപ്റ്റിൻ്റെ പുറകിൽ എന്തായിരുന്നു സാധനം? വാസ് ഇറ്റ് an attempt to improvise? Who said that it is a feminine oriented dance? മോഹിനിയാട്ടം മോഹിപ്പിക്കുന്ന, സെഡ്യൂസ് ചെയ്യുന്ന ആരൊക്കെയോ ഇതിന്റെ ഡെഫിനിഷൻസ് കൊടുത്തു. നമ്മളതിനെ ഫോളോ ചെയ്തു ബ്ലൈൻഡ്ലി. Who gave these definitions? എന്തായിരുന്നു അതിന്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോഹിനിയാട്ടം is not what we've understood so far എന്ന് ഞാൻ അപ്പോഴേ മനസ്സിലാക്കി. സോ പിന്നെ ഞാൻ ബേസിക്കലി വലിയ ബോധോടെ അല്ലാത്ത ആളായതുകൊണ്ട് അന്നേ എനിക്ക് ഐ വാണ്ടഡ് ടു എക്സ്പീരിയൻസ് ദി എനർജി. സോ ഐ വാണ്ടഡ് ടു ട്രൈ. എനിക്ക് സ്ഥിരം കാണുന്ന സാധനത്തിനോട് വലിയ കുറച്ച് കാണാം, കുറെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനിയും നമ്മുടെ വേറെ എന്തൊക്കെയോ അതിലേക്ക് കൊണ്ടുവരാൻ തോന്നും. വേറെ ഒരുപാട് you see the universe has so many elements and so many content, so much of content, and there's so much of experience out there in the universe that you can actually bring into your art form. അപ്പൊ നമ്മളെന്തിനാണ് ബൗണ്ടറി വെക്കുന്ന ഒരു ആർട്ട് ഫോമിന്? ഒരു കാര്യമില്ലാണ്ട്. ഒരു പക്ഷെ മോഹിനിയാട്ടം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ തന്നെ ഇത്രയും ഒരു അനാവശ്യമായിട്ടുള്ള കുറെ ബൗണ്ടറീസ് ഉള്ള ഒരു ആർട്ട് ഫോം. ആ സ്ത്രീകൾ മാത്രമേ കളിക്കാൻ പാടുള്ളൂ, അതിൽ ലാസ്റ്റ് ശൃംഗാരം വേണം, പുരുഷന്മാരെ കളിക്കാൻ പാടില്ല. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു ഒരു ധൈര്യം അന്ന് എനിക്ക് ഉണ്ടായിരുന്നു എക്സ്പ്ലോർ ചെയ്യാൻ. സോ എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു സാധനം കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു സാധനം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് എൻ്റെ ഞാൻ തന്നെയാണ് മീഡിയം, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ രസിക. അപ്പോ I had to appeal, the form had to appeal to me essentially before I could. And when it appealed to me, automatically it appealed to the audience. And I think that is very important for any work that you do.
അല്ലേ? യു ആർ നോൺ ആസ് എ വെരി സ്ട്രോങ് പേഴ്സണാലിറ്റി വിത്ത് യുവർ ഓൺ ഫേം ഒപ്പീനിയൻ. നല്ല സ്വന്തമായ ഒരു അഭിപ്രായമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൻ്റെ പല പടവുകളിൽ ഇവിടെ കടന്നു പോകാൻ പറ്റിയിട്ടുള്ളതും അതിലൊരു സ്ഥാനത്തെത്തിയിട്ടുള്ളതും. ഈ ധൈര്യമാണോ ഈ ഇംപ്രൊവൈസ് ചെയ്യാൻ ഉള്ളൊരു ഒരു ധൈര്യത്തിന് പുറകിൽ? ഇസ് ഇറ്റ് എ റിഫ്ലക്ഷൻ ഓഫ് യുവർ ഓൺ പേഴ്സണാലിറ്റി? ഇറ്റ് മസ്റ്റ് ബി. ഞാൻ ഒന്നിലും എൻ്റെ ലൈഫിലാണെങ്കിലും ഒരു സ്ട്രിക്റ്റ് ലൈനിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ മാൻമെയ്ഡ് കൺവെൻഷൻസ്, മാൻമെയ്ഡ് പാരഡൈംസ് എല്ലാം എല്ലാം ഒന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. നമ്മുടെ സൊസൈറ്റി നമ്മൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന കുറെ നോംസ്, നമ്മുടെ വീട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു നോം, നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ചില നോംസ്. ഈ നോംസില് എസെൻഷ്യലി മനുഷ്യത്വം ഉള്ള കാര്യവും ലവ് ആൻഡ് കമ്പാഷൻ ഉള്ള കാര്യം മാത്രം എടുത്ത് ബാക്കി അനാവശ്യമായി തോന്നുന്ന ഫോർമുലയും പാരഡൈംസും ഒഴിവാക്കി വെക്കുക എന്ന് എനിക്ക് ബൈ നേച്ചർ എനിക്ക് അറിയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് വെർബലൈസ് ചെയ്യാൻ പറ്റുന്നത്. യു സി, പണ്ട് ഐ ന്യൂ ഇറ്റ്, ആൻഡ് വെൻ ഐ ന്യൂ ഇറ്റ് വാട്ട് ഹാപ്പൻഡ് ഇസ്, ആദ്യം എനിക്ക് പല കാര്യങ്ങളും എൻ്റെ ചില പെർസ്പെക്റ്റീവ്സ് ഒക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും നമ്മുടെ റിലേറ്റീവ്സിന്റെ ഇടയിലും ഒക്കെ I was basically alone, if you see. പക്ഷെ എനിക്ക് I didn't know how to put up a fight, or I didn't know how to convince. But the fact that I didn't believe in certain things that the society has had, and അതിൽ ഡാൻസ് ഒക്കെ അതിലൊരു ഭാഗമായി വരും. സോ ഇത് എൻ്റെ ഒരു ഇന്നേറ്റ് നേച്ചർ ആയതുകൊണ്ടായിരിക്കണം. ആൻഡ് ഡാൻസ് ഭയങ്കര നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം ആവും. പിന്നെ ഇത് പലർക്കും അതിൻ്റെ ഒരു ന്യൂആൻസസ് അറിയാത്തതുകൊണ്ട് ഞാൻ വളരെ ഫ്രീ ആണ് അതിൽ എക്സ്പ്രസ് ചെയ്യാനും. എനിക്ക് കുറെ കൂടെ ജോലിയുണ്ട് അതിൽ എക്സ്പ്രസ് ചെയ്യാനും, അല്ലേ? അതിന്റെ But we live in a society where the so-called purists, അത് ഏത് സബ്ജക്റ്റിലായിക്കോട്ടെ, വെദർ ഇറ്റ്സ് ഡാൻസ്, ആർട്ട്, പൊളിറ്റിക്സ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, എന്തായാലും നമ്മളെ കുറേ നോംസും, നേരത്തെ പറഞ്ഞ പോലെ ഈ നോംസും ട്രഡീഷൻസും കസ്റ്റംസും ഇതിനെതിരെ പോകുന്നവരെ ബ്രാൻഡ് ചെയ്യാറുണ്ട് സാധാരണ. They are branded as rebels. Are you a rebel? അത് റെബൽ ഞാൻ ചെയ്യുന്നത് നോർമല്ല എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അത്രയ്ക്കും ഒരു നോളജ് പ്രോബബ്ലി ഇല്ല that there is something called rebel. Maybe ഒരു ലേ ഓഡിയൻസിന് if they could analyze what I do, or if they could perceive what I do and perceive that it was very different from what was being done, perhaps they would have called me a rebel. നമ്മൾ ഡാൻസേഴ്സിന്റെ ഇടയിൽ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ അവരൊക്കെ ശരിക്കും അവർ അധ്വാനിക്കുന്നു, അവർ പ്യൂറിസ്റ്റ് ആണ്, അവർ ഭയങ്കര അത് മാത്രം ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരം ടേംസ് ഒന്നും ശരിക്കും പെട്ടെന്ന് പാവങ്ങൾ അവരുടെ മനസ്സിലൊന്നും വരില്ല. They have other things to do. But I don't think that I am a rebel. See, purism is very good because it gives you a great foundation. പക്ഷെ നമ്മൾ ഈ പ്യൂറിസം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാവുമ്പോൾ, and there is so much, see, നമ്മൾ ലിവ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സ്, ഒരു വേൾഡ്, നമ്മുടെ മനസ്സിലുള്ള ഒരു വേൾഡ്, അതിലത്തെ നമ്മൾ പഠിക്കുന്നതും നമ്മളെ പഠിപ്പിച്ചു തന്ന എല്ലാം ഇത്രയാണ്. നമ്മളുടെ ധാരണകളും നമ്മളുടെ ഇമോഷൻസും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സാധനങ്ങളും ഇത്രയാണെങ്കിൽ ഇതിന്റെ പുറത്ത് മുഴുവനും ഐഡിയാസും വേറെ സംഭവങ്ങളാണ്. സോ ഇറ്റ് ടേക്സ് ദാറ്റ് മച്ച് ഗട്ട് ഫോർ എ പേഴ്സൺ ടു കം ഔട്ട് ഓഫ് ദിസ് ആൻഡ് ഗോ ദേർ. ആൻഡ് വെൻ യു ഗോ ഔട്ട്സൈഡ് ദിസ് ഹോൾ gamut of man-made stuff, you will find that you're probably alone, but you will find some like-minded people over there, and it's very interesting. അതൊരു ശരി, ഇതൊരു ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കൊണ്ടാണ് ശരിക്കും പറഞ്ഞു. ഹൗ ഡിഡ് യു ബ്രേക്ക് ത്രൂ ദാറ്റ്? അതാ പറയണത്. അത് ഒന്ന് ഇപ്പൊ എനിക്ക് സോ കോൾഡ് എന്നെ ഗുരു എന്ന് പറയുന്ന ആചാര്യ നമുക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അദ്ദേഹം സഹായിച്ച ഐ ഹാഡ് ഗ്രേറ്റ് ടീച്ചേഴ്സ്, ഡാൻസ് ടീച്ചേഴ്സ്. പക്ഷെ ഐ വാസ് നോട്ട്, മോഹിനിയാട്ടം പ്രത്യേകിച്ച് ഞാൻ ഒരു ടീച്ചറിന്റെ, ഒരു ആചാര്യയുടെ ശിക്ഷണത്തിൽ കുറെ കാലം ഞാൻ മോഹിനിയാട്ടം ആസ് സച്ച് പഠിച്ചിട്ടില്ല. But dance as such, ഞാൻ കുറെ കാലം, including all classical dances, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഭരതനാട്യം ആയാലും കുച്ചിപ്പുടി ആയാലും.
സോ മോഹിനിയാട്ടം മെസ്സേജ് ഞാനിപ്പോൾ ഒരു കലാമണ്ഡലം പാസ് ഔട്ടോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമ്പ്രദായത്തിന്റെ പാസ് ഔട്ട് ഒന്നുമല്ല. എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് റിഗാറ്റയുടെ ഗിരിജ ടീച്ചർ, പിന്നെ അത്യാവശ്യം കലാമണ്ഡലത്തെ നോട്ട് സോ ഫേമസ് പീപ്പിൾ, കലാമണ്ഡലം വിജയലക്ഷ്മി ടീച്ചർ, കലാമണ്ഡലം ഉഷ. പിന്നീടാണ് ഞാൻ ലീലാമ്മ ടീച്ചർക്ക് കുറച്ച് ബേസിക്സ് ഒക്കെ പഠിക്കുന്നത്. സോ ബേസിക്കലി ഈ എന്നെ അങ്ങോട്ട് എൻ്റെ സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയാൻ ഒരുപാട് പേർക്കൊന്നും അത് പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ എനിക്കത് ഞാൻ ദീർഘകാലം ഒരു ടീച്ചറുടെ കീഴിൽ പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഒബ്ലിഗേഷനും എനിക്കില്ല. So I was not basically answerable where Mohiniyattam was concerned. And by the time I had started exploring the art form, ആ ഒരു ഇതൊക്കെ എന്താ പറയുക, ഞാൻ എൻ്റെ MA ഡാൻസ് കഴിഞ്ഞിരുന്നു, എൻ്റെ MBA കഴിഞ്ഞിരുന്നു. I was beginning to do my research unofficially. So എനിക്ക് ആ ഒരു I was not scared. So നമ്മൾ ഒരു മോഹിനിയാട്ടം നർത്തകിയായി അറിയപ്പെടണം എന്നുള്ള ഒരു മോട്ടീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേടി ഉണ്ടാവുള്ളൂ. എനിക്ക് അത്ര മോട്ടീവ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് I wanted to dance and I wanted to enjoy something that I felt. അപ്പൊ ഞാൻ ചിലപ്പതികാരം ആദ്യം ഞാൻ ചെയ്യുന്ന ബിക്കോസ് ഞാൻ എൻ്റെ 8 വയസ്സിൽ ചിലപ്പതികാരം എന്നുള്ള അമർചിത്ര കഥ വായിച്ച ആ 8 വയസ്സിൽ എനിക്കിത് എപ്പോഴെങ്കിലും ഇറ്റ് ലുക്സ് അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ട് എന്ന് മനസ്സിലായത് ഒരു കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ മേ ബി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മേ ബി എൻ്റെ ഒരു ടീൻസിലാണ് ഐ തോട്ട് മേ ബി ഐ ഷുഡ് ഡു ദാറ്റ് ഇൻ ഡാൻസ്. ബട്ട് ഐ ഡിഡ് നോ ഹൗ ടു, ബിക്കോസ് യു ഡോണ്ട് നോ ഹൗ ടു conceive a project or to disseminate it. പക്ഷെ പിന്നീട് in my 20s ഞാൻ അത് ആക്ച്വലി മാനിഫെസ്റ്റ് ചെയ്തു എന്നാണ് സത്യം. So I just went by I have always gone by my intuitions and what has actually served me and served my mind. And you must also remember the fact that I come from a family of big writers. So essentially ഞാൻ അവര് തൂലിക കൊണ്ട് എഴുതുകയാണെങ്കിൽ I write with my body. So എനിക്ക് ആ സ്ട്രീക്ക് എന്തായാലും It was an extension of the family collective unconscious. Family collective unconscious തന്നെയാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരുപാട് എഴുത്തുകാരും എൻ്റെ അമ്മ എഴുതും, മലയാളം നാട് ദുബായിലിരിക്കുമ്പോൾ. പിന്നെ അഫ്കോഴ്സ് നാട്ടിൽ വരുമ്പോൾ VKN എൻ്റെ വലിയച്ഛൻ, പിന്നെ മേത്തൂർ രാധാകൃഷ്ണൻ, അതേപോലെ എൻ്റെ അമ്മയുടെ എൽഡസ്റ്റ് ബ്രദർ ഡോക്ടർ മേത്തൂർ കണ്ണൻകുട്ടി. അദ്ദേഹം മെഡിക്കൽ ആർട്ടിക്കിൾസ് ഒരുപാട് എഴുതിയൊരു വ്യക്തിയാണ് സ്ഥിരം. അപ്പോൾ ഇവരുടെ കോൺവെർസേഷനും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. സോ നമുക്ക് അറിയുന്നില്ല ഇവരൊക്കെ വലിയ ആൾക്കാരാണെന്നൊന്നും വലിയ. പക്ഷെ പിന്നീട് ഇപ്പോഴൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു എസൻസ് എവിടെയോ നമ്മൾ അപ്പുറത്തെ കളിക്കുകയായിരിക്കും, പക്ഷെ ആ കളിയുടെ ഇടയിൽ ഇവരുടെ കോൺവെർസേഷൻസ് ഒക്കെ രജിസ്റ്റർ ആവുകയാണ്. മേത്തൂർ രാധാകൃഷ്ണൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് മോഡേണിസം വ്യൂസ്, സോ stuff like that. So somehow this was coming into me very naturally. And also my parents were basically അവര് കാര്യം കൊണ്ട് although they have tried to be orthodox and tried to, they were മനസ്സുകൊണ്ട് എനിക്കറിയാം they were very progressive people. Okay. അത് ഈ ഒരു പാലക്കാടൻ അന്തരീക്ഷത്തിൽ പെട്ട് they were forced to live a certain way. അതെ, because for societal compulsions വന്നിട്ടുണ്ട് അവർക്ക്. സോ ഇപ്പൊ ഞാൻ മുകേഷ് ഏട്ടനെ കല്യാണം കഴിച്ചതിൽ ഏറ്റവും വലിയ പ്രശ്നം പാവങ്ങൾ അവർക്കായിരുന്നു ഫേസ് ചെയ്തത്. know how to respond to it and they were ഇപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ടിലേ ഉള്ളൂ, അവരാണ് ഫോർ ഫ്രണ്ടിൽ. ബിക്കോസ് ഞാൻ അന്നും ഇന്നും ഒക്കെ എപ്പോഴും എന്റെ വർക്ക് എന്ന് പറയണ ഒരു അന്തർമുഖി എന്ന് അമ്മ എന്നെ എപ്പോഴും പറയും. സത്യമാണ്, അവരാണ് ബേസിക്കലി അമ്മ ലവ്സ് ടോക്കിംഗ് ടു പീപ്പിൾ ആൻഡ് they love mingling with people. നമ്മുടെ വീട്ടിൽ എപ്പോഴും ആൾക്കാരാണ്. അപ്പൊ ഈ ആൾക്കാരോടെല്ലാം പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. സോ ഐ ഫീൽ വെരി ബാഡ് സംടൈംസ് ദാറ്റ് ഐ ഹാഡ് ടു മേക്ക് ദം ഗോ ത്രൂ ഇറ്റ്. പക്ഷെ അത് അവരായതുകൊണ്ട് അവരതും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ തിങ്സ് ലൈക്ക് അപ്പോ കല്യാണം കഴിച്ചില്ലേ, അപ്പൊ മോനപ്പോ എവിടെയാ, ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അവളുടെ കൂടെ തന്നെ എന്ന് പറയുമ്പോൾ അതൊന്നും അവർക്ക് സൊസൈറ്റിക്ക് വിശ്വസിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്നും അന്നും ഒക്കെ നല്ല വ്യത്യാസം കേട്ടോ. സൊസൈറ്റിക്ക് ഇപ്പോ എല്ലാവരുടെയും വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോ മാരേജും എല്ലാം ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഒന്ന്
advanced ആയിട്ടുണ്ട് ആൾക്കാർ. So now it is far easier. But അന്നേ അതാ പറയുന്നത്. But then again, my sisters write too. ഒരാൾ ഫോബ്സിന്റെ ആഫ്രിക്കൻ കോണ്ടിനെന്റ് എഡിറ്ററാണ്. മേതിൽ രേണുക അല്ലേ? The eldest is Radhika Pillai, who is actually നമ്മുടെ ഒരു the banyan tree ആണ്. Because അവരാണ് ഏറ്റവും, I would say, നമ്മൾ സിസ്റ്റേഴ്സിൽ ഏറ്റവും ക്രിയേറ്റീവ്, ഏറ്റവും ഇന്റലിജന്റ്. And we've actually grown under her wings. And yeah, അപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്സ് എന്റെ ഫാമിലിയിൽ തന്നെ കിടപ്പുണ്ട്. സോ എനിക്ക് അതുകൊണ്ട് പുറത്തത്തെ ആൾക്കാരൊന്നും എനിക്ക് പേടിയുണ്ടായിരുന്നില്ല, എനിക്ക് അകത്തായിരുന്നു പേടി. അകത്തൊരു യുദ്ധം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അവരെ അറിഞ്ഞ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ദേവിക എങ്ങനെ ഈ ജയൻസിന്റെ ഇടയിൽ ജീവിച്ചത്? സത്യമാണ്. So they were real giants. Innu ade, I'm very scared of them. I'm not scared of anyone. Who was a single parent, getting married to a celebrity, and then living with your own child, with the husband, actually break through the taboo topics. Till then അതൊരു നടക്കുന്നുണ്ടാവും, പക്ഷെ അങ്ങനെ ഒരു പബ്ലിക് ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണത്. And you made it easy for a lot of people. Now, exactly. എനിക്ക് ഒരുപാട് ഫീമെയിൽ ഫാൻസ് ആണ് അതിന് ശേഷം. I would say എസ്പെഷ്യലി ആ കാലഘട്ടത്തിൽ ഒരുപാട് ലേഡീസ് മാത്രമല്ല എൻ്റെ ഒരു പ്രൊഫൈൽ, ബിക്കോസ് ക്ലാസിക്കൽ ഡാൻസർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ, ഇപ്പൊ ഞാനൊരു ഫിലിം സ്റ്റാർ ആയിരുന്നു വെച്ചാൽ ഇത്രയും വരില്ലായിരുന്നു. ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണ് ഞാൻ. പ്രത്യേകിച്ച് ഞാൻ വളരെ സ്പിരിച്വൽ ആയിട്ട് അന്നേ സ്പിക്മാക്കയിലൊക്കെ കളിച്ച്, സ്പിക്മാക്ക ഡൽഹിയും, they've all seen me as that ഒരു ഭയങ്കര സ്പിക്മാക്കയിൽ ഒരുപാട് മലയാളീസ് ഉണ്ട്. സ്പിക്മാക്ക ഡൽഹിയിൽ there are a lot of Malayalis also who are volunteers. So they have always seen me as this person, very spiritual, single, aloof, and suddenly they see me not only just get married, to get married to a film star and be somebody like me. So that was like that was too much for people to suddenly, it was too much too soon. എന്നെ അറിയുന്ന ആൾക്കാർ. സോ പക്ഷെ അത് എന്നെ അറിയാത്തവർക്കും or many ladies who've gone through certain things, അവർക്ക് ഭയങ്കര അവരെന്നെ കാണാൻ തുടങ്ങിയത് വേറൊരു പെർസ്പെക്റ്റീവിലാണ്. Because I was very open about it and I had no reservations talking about anything except for the social media stuff. ഇപ്പോൾ ഞാൻ മുകേഷ് ചേട്ടൻ്റെ സിസ്റ്ററുടെ ഗ്രാൻഡ് സണ്ണിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ് എല്ലാവരുടെയും മുപ്പം ഉള്ളത്. ഇപ്പൊ ഞാനും മുകേഷ് ചേട്ടൻ, ദേവാംഗ് മൈ സൺ, ആൻഡ് ഒരു ബേബിയെ ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. എവരിബഡി തിങ്സ് ദാറ്റ്സ് മൈ ചൈൽഡ്. ദാറ്റ്സ് ആക്ച്വലി മുകേഷ് ചേട്ടൻ്റെ ഗ്രാൻഡ് സൺ ആണ്. സോ a picture as simple as that can, എന്നിട്ട് അതിന്റെ താഴെ കുറെ വേണ്ടാത്ത സാധനം എഴുതിയിട്ടുണ്ട് ആൾക്കാർ, ഇവരെന്തിനാണ് and all that. So I am thinking, what is wrong with people? And പക്ഷെ എന്നാലും I am very grateful to media and all who handled it pretty well. And no, they've been pretty nice, honestly. I know. No, we'll come to the trolling part a bit later. But before that, ഒരു funny question. Mohini, you're a Mohiniyattam exponent. Mohiniyattam is again seduction. Was it difficult seducing a film actor? Mohiniyattam, that is what, for me, Mohiniyattam was never the art form of seduction. It was a very spiritual art form, and I think it was my spirituality that probably got Mukesh in. He didn't see me like if he saw any other woman. He saw me as something very, very. I didn't have to do anything. So again, to my question, I'll reframe this question. Will it be easy for a Mohiniyattam dancer to seduce somebody else? Will it be easy for a Mohiniyattam dancer to seduce? Innathe Mohiniyattam dancers ne bhayangara. Yeah. Maybe pandoru kalathu when നമ്മുടെ ഒരു ലേറ്റ് 19th century അന്നത്തെ കാലത്ത് മോഹിനിയാട്ടം ഹാഡ് ദിസ് ഇഷ്യൂ. അത് ഇറ്റ് വാസ് അണ്ടർ ദി എന്താ പറയാ അണ്ടർ ദിസ് വിഷ്യസ് ഐസ് ഓഫ് വിഷ്യസ് മെൻ. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി വന്ന ഒരു മാറ്റമായി. അതിനു മുമ്പ് ഉള്ള ഒരു ഡാൻസ് ഫോം നമുക്ക് അറിഞ്ഞില്ല, പക്ഷെ ആ ഒരു കാലഘട്ടം കാരണമാണ് മഹാകവി വള്ളത്തോളൊക്കെ അദ്ദേഹം റീസറക്ട് ചെയ്താലും ഈ ഒരു ലാസ്യ എന്ന ശൃംഗാരമൊക്കെ മാറ്റാൻ മറന്നു.
അത് പാവം അദ്ദേഹം അറിഞ്ഞില്ല, അത് ഉണ്ടെങ്കിലുള്ള ചില ഭാവിയുള്ള കോണറ്റേഷൻസ്. ആൻഡ് അത് കുറെ ടീച്ചേഴ്സൊക്കെ ബ്ലൈൻഡ്ലി അത് ആരോ പറഞ്ഞു, സോ അവരും കൂടെ ഫോളോ ചെയ്തു. ഞാൻ അത് ഒരിക്കലും പറയില്ല, ബിക്കോസ് എനിക്ക് ഹിസ്റ്ററിയിൽ അറിയാം ലാസ്യ ഡസ് നോട്ട് മീൻ വാട്ട് യു തിങ്ക് ലാസ്യ ഇസ്. ലാസ്യ ഹാസ് എ വെരി ഡിഫറെന്റ് കോണറ്റേഷൻ. ഫോർ മീ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എല്ലാം ലാസ്യ എന്നുള്ളതിൽ ടെർമിനോളജി പെടും. സോ ആ ടെർമിനോളജി എന്താണെന്ന് പറയണമെങ്കിൽ ടേക്ക് another 2-hour സെഷൻ. അതുകൊണ്ട് എനിക്ക് മൈ ഹോൾ പെർസെപ്ഷൻ ഓഫ് ദിസ് ആർട്ട് ഫോം വാസ് എ വെരി ട്രാങ്ക്വിൽ, കാം, PALM, കാം ആർട്ട് ഫോം. അപ്പൊ ഇന്നത്തെ മോഹിനിയാട്ടം അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. ഇന്ന് പണ്ട് ഇറ്റ് വാസ് ഒരു മീഡിയം, നമ്മുടെ സംബന്ധ വ്യവസ്ഥ കുറെ കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ആർട്ട് ഫോമാണ്, ഒരു ഇടക്കാർ. പിന്നീട് അതൊക്കെ അത് അവരുടെ കുഴപ്പമില്ല. വി ഹാഡ്, അപ്പോ നമുക്ക് വി ഹാഡ് എ പോളിഗാമസ് സിസ്റ്റം ഇൻ കേരള, അതൊക്കെ മാറിയതോടെ ഇതും മാറി. പിന്നെ ഇപ്പോ ഇപ്പോ മോഹിനിയാട്ടം ഡാൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റ് ഡാൻസ് ഫോംസിനെക്കാട്ടിലും പോലും, മറ്റ് ഡാൻസ് ഫോംസ് ഒരുപാട് എക്സ്പൾഷൻ ഓഫ് എനർജി, യു ക്യാൻ ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്, ആൻഡ് നമ്മൾ കാണുന്ന ഒരു ഫ്ലാംബോയൻസ് ഉണ്ട്. ഐ എം സേയിങ്, ഇപ്പൊ നമ്മൾ ഒരു സ്റ്റേജ് ഷോ, ഇപ്പൊ മലയാളിയുടെ ഒരു വാക്കുള്ള ഒരു ഷോ, ഓർഗനൈസേഴ്സ് വെക്കുന്ന ഒരു ഷോ ഉണ്ട്. ഈ ഷോ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഷോ തന്നെയാണ്. കുറെ കോസ്റ്റ്യൂംസും, കുറെ പിള്ളേരും, കുറെ യുനോ ഏതെങ്കിലും 2-3 സിനിമ പാട്ടുകൾ ഇട്ട് മിക്സ് ചെയ്ത് ചെയ്യുന്നത്. പക്ഷെ ഒരു യഥാർത്ഥമായിട്ട് എന്നെ പോലെ ഉള്ള ഒരു, ഐ വുഡ് സേ, കുറെ കാലം കൊണ്ട് ഇത് പഠിച്ച് ഇതിൽ ഇന്റേണലൈസ് ചെയ്ത് നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്നു, നമ്മൾ തന്നെ മ്യൂസിക് മേക്ക് ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചോളം ഇത് ഒരു ഭയങ്കര, ഞാൻ പ്രാർത്ഥിക്കാറില്ല, ഞാൻ ഇതാണ് ചെയ്യാറുള്ളത്. ടെമ്പിളിൽ പോകുന്നതിന് പകരം നമ്മുടെ ബോഡി ടെമ്പിൾ ആവുകയാണ്. അല്ലെങ്കിൽ ഇപ്പോ സർപ്പതത്വം പോലെയുള്ള പ്രൊഡക്ഷൻസ് ഒന്നും which went into the Oscar, സർപ്പതത്വം പോലെയുള്ള ഹൈലി സ്പിരിച്വൽ വർക്ക് ഒന്നും നടക്കില്ല. So I think you should see it. If you see it, you would probably never even dare to ask this question. Now, coming back to your personal life, because conversation is about individual journeys of people who have done the grind of battling with life. ഇത് നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റി, ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഈ പറയുന്ന പോലെ പബ്ലിക് സ്ക്രൂട്ടിനി, where each and every word that you utter, each and every gesture that comes out of you is subjected to a very close, very intense scrutiny. അതായത് it goes to a level where people very blindly says that you are a public personality, you are a public property. What is your take on this? What makes us what we are, especially performing arts in a samacham. Any performing art, be it music or dance or cinema, of course, a wider lot of other elements going into it. നമുക്കൊക്കെ ഓഡിയൻസ് എന്നുള്ള ഒരു ആസ്പെക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഓഡിയൻസ് ഇല്ലെങ്കിൽ യു ആർ നോട്ട് നോൺ. നമുക്ക് നമ്മളെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മറ്റു ആൾക്കാരില്ലെങ്കിൽ നമ്മുടെ ആർട്ട് ഫോം ആരും അറിയത്തില്ല, നമ്മൾ പ്രാക്ടീസ് ആരും അറിയില്ല. So therefore, we are celebrated as individuals. True. I feel we are celebrated, and when we are celebrated, who celebrates us? It's the people who celebrate us. So definitely, we do have public responsibility, I feel, because public is very, and I find myself a great representation of an ordinary, of a common man. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ വീട്ടിനകത്ത് this house is has many dimensions. You have a film star who has probably been in the field for more than 3 decades, and you have a person like me who's so much with the people, and ഒരു journalistic inside the family is also have my journalists ആണ്. അപ്പം നമ്മൾ ഒരു ഇൻസൈറ്റിലാണ് പലതും കാണുന്നത്. സോ പലപ്പോഴും വീട്ടിൽ തന്നെ ഒരുപാട് ഡിസ്കഷൻസും ആർഗ്യുമെന്റ്സും കാര്യങ്ങളും നടക്കാറുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ബിക്കോസ് ഐ എം ഹിസ് വൈഫ് he figures me, or because he is my husband, no way. So അവിടെയാണ് ഞാൻ ആസ് എ പബ്ലിക്
from there I start, and definitely public scrutiny is very important, and it has worked well for Mukesh Shetty. Mukesh Shetty ഒരു public person in the sense, not as a film star but as a politician. As a yeah. Politician ആയ ശേഷം actually speaking, I'm very happy. Although ഞാൻ ആദ്യമൊക്കെ പോണ മുമ്പ് I had issues. I was like, എന്തിനാണ് you are not there and all that. So പക്ഷെ I feel as a person it makes him really more grounded and more in tune with the, with a common person's emotion or persona. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ, ബാക്കി scrutiny sake or scrutiny for TRP rate or scrutiny for hits, that's a different thing. But still there is a large number of people there who are really അവർ ഭയങ്കര ഇന്റലിജന്റ് ആണ്, നമ്മളെയൊക്കെ കാട്ടിലും ലോകം കണ്ടവരാണ്. they work with they work with people. So നമ്മളൊരു hierarchy നോക്കുമ്പോൾ I think it's always the people who are really toiling that's really important. And നമ്മൾ അവരായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ ഒരു പൾസ് അറിയുന്നതൊക്കെ it's very important. Now coming to my classical art, അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ basically classical dancers ഒക്കെ ഭയങ്കര we try to be in tune with ourselves. നമ്മൾ കുറെ കൂടെ സെൽഫ് സെൻറ്റേർഡ് ആണ്. നമുക്ക് ആകെ വേണ്ട നമ്മുടെ മ്യൂസിഷ്യൻസും നമ്മളുമാണ്. ബട്ട് വെൻ യു ടേക്ക് യുവർ ആർട്ട്, ഇപ്പം എന്നെ സംബന്ധിച്ചോളം എവിടെയാണ് ഞാനും പബ്ലിക്കും തമ്മിലൊരു കണക്ട് വരുന്നത് വെച്ചാൽ ഐ ട്രൈ ആൻഡ് ടേക്ക് മൈ ആർട്ട് ടു ദി കോമൺ പേഴ്സൺ. അതിൻ്റെ അർത്ഥം ഞാൻ അവർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടിന് കളിച്ചു എന്നല്ല. ഞാൻ ഐ ട്രൈ ആൻഡ് എലിവേറ്റ് മൈ ഓഡിയൻസ് ടു വാട്ട് ഐ ഡു. ഞാൻ ആ എലിവേറ്റിങ്ങിൽ സംസാരിച്ചിട്ട് നമ്മുടെ ആർട്ട് കുറെ കൂടെയൊക്കെ ഡെസിഫറബിൾ ആക്കുക. ആ കോഡ്സ് ഒക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. And then you deliver to your audience. And that's the public connect that I always have with people. Observation, taking their emotions and placing it into my dance. ഇപ്പൊ നങ്ങേലി ഞാൻ ചെയ്തു, ഇപ്പൊ കൊറോണയുടെ വീഡിയോ ഞാൻ ചെയ്തു. കൊറോണയുടെ വീഡിയോ I think that mine was the first to come ഡാൻസിൽ. ഇത്രയും ഒരു അതിൽ ഞാൻ ബേസിക്കലി ഒരു 18th century കമ്പോസിഷൻ എടുത്തിട്ടാണ് ഞാൻ I brought in made it contemporary by bringing in our the issue of the world today. So that way ഞാൻ 18th century ദീക്ഷിതർ സംസ്കൃത കൃതിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതിലെ സൂചനകളുണ്ട് പാൻഡമിക്കിനെ കുറിച്ച്. So what I'm doing, trying to do always with my art is link it or connect the past, the present and the future, because everything, if you look, it's just such a mellifluous whole, and whatever has been, you cannot just demarcate it. Nammude past is as relevant as your future or your present. So public, answering your question, public scrutiny one way makes us what we are. It is important under public scrutiny. So do you believe that a public personality or a celebrity has to be socially responsible? Yes, of course, we have to be socially responsible. നമ്മൾ ഇപ്പോൾ ഒരു only thing ഡാൻസേഴ്സിനെ നമ്മുടെ ഈ നാട്ടില് socially responsible ആയി എടുക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ കേരളത്തിൽ സംശയമാണ്. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളോടൊന്നും ആരും അപ്രോച്ച് ചെയ്യാറൊന്നുമില്ല നമ്മുടെ ഒപ്പീനിയനെ കുറിച്ച് അറിയാൻ. ആക്ച്വലി വി ഓൾ ഡു ഹാവ് എൻ ഒപ്പീനിയൻ. അവർ മാക്സിമം അപ്രോച്ച് ചെയ്യുക പ്രോബ്ലി എ ഫിലിം സ്റ്റാറിനെ ഒരു സെലിബ്രിറ്റി. നമ്മളൊരു നോർമൽ സെലിബ്രിറ്റി സെൻസിൽ വരുന്ന ബീയിങ്സ് അല്ലല്ലോ നമ്മളൊക്കെ. വി ആർ നോട്ട് ലൈക്ക് വി ഡോണ്ട് ഫോൾ ഇൻ ടു ദാറ്റ് extremely gorgeous looking people and the so-called people who carry on fad in their bodies or fashion in their bodies. But we are, if you look at it, എന്നെ പോലെയുള്ള ഒരുപാട് എന്നെക്കാട്ടിലും വർക്ക് ചെയ്തിട്ടുള്ള തലമുറ തന്നെയുണ്ട്. എൻ്റെ ജനറേഷനിലും ഉണ്ട്, വരുന്ന ഒരു ജനറേഷൻ. നമുക്കൊക്കെ we have a say and we do say. നമ്മുടെ ഡാൻസിൽ കൂടെ നമ്മൾ സേ ചെയ്യാറുണ്ട്, പക്ഷെ nobody notices. Nobody is there. And the problem is if a film fraternity being is being so powerful, I have always noticed even film fraternity ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ മാത്രമേ അറിയൂ. രാഷ്ട്രീയം അറിയൂ, സ്പോർട്സ് അറിയൂ. അവർക്ക് അതിൻ്റെ ഉള്ളിൽ ആരെന്ത് ചെയ്തു എന്നേ അറിയുള്ളൂ. they have no clue about what's going on in art or in dance or theatres. That's crazy. And that happens only in Kerala. അത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ there is an anti-establishment sentiment coming up there. അതൊന്നും ഈ അല്ല, ഞാനത് അതിലേക്ക് വരാം. ഐ എം നോട്ട് ബ്ലൈൻഡ്ലി സെയിങ് ദാറ്റ് ഇറ്റ് ഇസ് anti-establishment, but there are certain elements also. For example, ഈ dance in South India starts from a K and ends in another K.
from a Kalamandalam to Kalakshetra. Now, No, the other way. or rather Kalakshetra to Kalamandalam. Correct me. Sorry for being naive. Yeah. Now, ഇത് ഒരു ഗ്രിഡിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ K2K. ഈ സിസ്റ്റം, how did the system respond to you? Or did it respond to you, or did it react to your venturing out into newer nuances? No, they didn't. They response allala. We become the system. You became the system, or you became the new system. People like me become the system. We are the system now. Okay, so you don't you are fall not- back onto the backdrop of the K2K anymore. No, there is no K2K anymore. There are individuals. I mean, K2K in the sense that they have given us a great base, and we've all been trained greatly. അതാണ് നമ്മൾ trained ആണ്. It's not like ഒരു fine morning നമ്മൾ കുറച്ച് വർഷം പഠിച്ചു പിന്നെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങി and പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി യൂട്യൂബിൽ. No way. When did I post? And the first YouTube was Sarvatatham, which just came 2020. Okay, in all these decades of my experience. Yeah. So we have a very strong foundation. We become the foundation. We have lived the foundation, and now we are an extension of it. And we are the system now. That's an interesting perspective. Now, Medal Devika is somebody who experiments with different nuances of dances, especially Mohiniyattam. She has very recently produced a musical that went up to the Oscars. Let us know more about your Oscar journey. Well, it was not intended for the Oscars at all. I have not archived my works so far. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെപ്പോഴും ആൾക്കാരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് നമ്മൾ ഡാൻസ് അറിയില്ല, നമ്മൾ കാണിച്ചു കൊടുത്താലേ അത് അവർക്ക് അറിയൂ. Now you don't expect a common man to come to your sabhas and see you perform. So my idea, എൻ്റെ കുറെ fans അവർ പറഞ്ഞു, because you have done a purpose of work, why don't you start document it and videographing it or film it? അങ്ങനെ ഞാൻ ആദ്യമായി ചെയ്തതാണ് സർപ്പതത്വം. And of course there is so much now in the series. അപ്പോൾ സർപ്പതത്വം ഞാൻ it was an intuitive work, and I thought that would make quite an interesting spectacle. And that's I learned not only dance, but we could use film as a medium to encapsulate a lot of my other ideas, which I am talking about. It's more like an archival film. Archival film ആദ്യത്തെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജസ്റ്റ് ചെയ്തത്. രാജേഷ് കടമ്പ was the visual director. There was Vipin Chandran. We had an excellent crew. Vipin Chandran was on camera. And it was our own house production. So in-house production ആയിരുന്നു ചിത്രകൂടം ആർട്ട് ഹൗസ് ഉണ്ട്. സോ ഇത് ചെയ്തു വന്നപ്പോഴാണ് first time I'm actually filming myself properly. None of my videos are online. What you see is just ആരെങ്കിലും എവിടെന്നെങ്കിലും ദൂരത്ത് നിന്ന് എടുത്തതോ എന്തെങ്കിലും ഒക്കെ കാണുള്ളൂ. ബട്ട് എൻ്റെ ശരിയായിട്ടുള്ള വർക്ക് എന്താണ്, what genre I worked in എന്നുള്ള, I thought it is my responsibility to actually show it to people. See, at the same time, there are so many people coming and saying, "Oh, album's part and Devika ma'am on the kalikyo." Instead of me telling them no, I thought maybe I should give them a glimpse of what I actually do. So adinum kuda venditayirunnu. Now, adoru proper education, oru museum archive, it's an archival material. So when I made this film, enke aadu onnu rendu universities they wanted this. And then I realized, okay, now this is something that has so much of potential. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ യോർക്ക് യൂണിവേഴ്സിറ്റി കാനഡയുടെ പ്രൊഫസറാണ്. യോർക്ക് യൂണിവേഴ്സിറ്റി കാനഡ. ഐ എം a research guide for the PhD students of dance there. So there are through a lot of connections actually it went to the Oscars പോയപ്പോഴും അത് കണ്ടൻഷൻ ലിസ്റ്റിൽ കയറുമെന്നൊന്നും നമുക്കറിഞ്ഞില്ല. ബട്ട് ഇറ്റ് വെന്റ് ഇൻ ടു ദ കണ്ടൻഷൻ ലിസ്റ്റ്. കണ്ടൻഷൻ ലിസ്റ്റിൽ പോവാന്ന് പറയുന്നത് the first Indian classical dance to go to the contention. Now why did it go? Because ഒന്ന് അത് വെറുതെ ഡാൻസ് ആയിരുന്നില്ല, അത് സർപ്പത്തത്വം, നമ്മുടെ നാട്ടിൻ്റെ എന്താണ് ഈ സർപ്പം എന്നുള്ള മോട്ടീവ്, അത് ഐ എം ആക്ച്വലി embodying that motive through my performance. I'm embodying that whole philosophy.
And that philosophy is not something that is just here. പക്ഷേ a serpent, even if you look at any culture or most of those big civilizations, the motive of the serpent is very, very significant. And that is what I wanted to. Now it also falls within a lot of our ancient scriptures and knowledge systems. So when I embodied that, and that way I'm becoming a cultural interpreter. So നമ്മുടെ ഒരു cultural interpreter becomes the performer, I think that becomes very, very magnificent. And that is what happened in Sarpatham. In Nalanda International University, there were people who've actually gone through this whole thing. There have been people from Harvard who's responded. So, ഇതാണ് ഇപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ, വേർ നമ്മുടെ നോളജ് സിസ്റ്റംസ് നമുക്ക് എംബോഡി ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഡാൻസ് ഹാസ് സോ മച്ച് പൊട്ടൻഷ്യൽ. സോ ഫ്രം വാട്ട് യു സെഡ്, ഫ്രം ദിസ് ലാസ്യ എന്നുള്ള എത്രത്തോളം അകലം അല്ലെങ്കിൽ എത്രത്തോളം അങ്ങോട്ടേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞു എന്നുള്ളത്, ഐ തിങ്ക് ദിസ് വുഡ് ബി ജസ്റ്റ് എ ഗ്ലിംപ്സ് ഓഫ് ദാറ്റ്. And that's how it was received. And it was minimalistic. It had only me as a singular performer embodying this whole concept. And also you'll find നമ്മുടെ കളം എഴുത്തൊക്കെ അതിൽ ഞാൻ കളം വായിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്, which is completely in trance. Interesting, very interesting. And I only hope that you become the second name from our state to hold the Oscar trophy. No, as a nominate, അതായത് നമ്മൾ കണ്ടൻഷൻ ലിസ്റ്റും നോമിനേഷൻ is actually only when you come within the first 5. പക്ഷേ ഫസ്റ്റ് 5 വന്നില്ല, because of course we were in the contention list. ബട്ട് നമ്മൾ ഇതിന് ഓസ്കാറിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി വേറെ രീതിയിൽ വർക്ക് ചെയ്താൽ ദിസ് വാസ് നോട്ട് കൺസീവ്ഡ്. Correct. Now that you understand the passage to Oscars, you can always work on it, alle? You can work to create. Yeah, but again, that is not our motive. Definitely, that's a motive when you want a lot of people to see. Yeah, we can work on it. Although it would be great to work on that. Yeah, true. If somebody could. I know. Now, coming back to your personality, before the start of the show, I asked you this question. I met you as Medhil Devika years ago. Have you become Devika Mukesh? And you said no. Now, is that... You asked me that? Okay. I did ask you that question. And you said no. Now, it is a standard practice of Indian women to reform themselves or transform themselves into another personality. A personality of subjugation, of being the second fiddle of one's spouse. What is your take on it? And what helps you retain the brand image of Medhil Devika, bereft of the celebrity status that comes from your husband's stardom? ഇപ്പം അതൊക്കെ ചോദിക്കുന്നത് ആക്ച്വലി ഇറെലവന്റ് ആണ്. ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് സംശയമാണ്. ഈ ഒരു തീർച്ചയായിട്ടും this question is intended at I'm saying pockets. ഇന്നിപ്പോ they're all self-made. And ഇപ്പോ ദേവിക മുകേഷ് എന്ന പേരിൽ ഇടുന്നോണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. It's just that Medhil Devika was easier and the passportൽ അങ്ങനെയാണ്. So it makes more sense. I was already there. It's not that ഞാൻ പെട്ടെന്ന് മുകേഷ് ആന്റെ സിസ്റ്റർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്താ ദേവിക മുകേഷ് എന്ന് എഴുതാത്തത്? ഞാൻ പറഞ്ഞു, എക്സ്ക്യൂസ് മീ, I am known. It's not like ഞാൻ പെട്ടെന്ന് കയറി ആയതല്ലോ. I have already established myself. എന്നെ ഡൽഹിയിലോ എന്നെ internationally I'm known as Medhil Devika. Why would I want to change it? ഇനി അതിട്ടതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമായതല്ല. This is a matter of convenience. And ഇന്നത്തെ കാലത്ത് I think ladies are so intelligent. And I would say even if they put the husband's surname also, there is a certain sort of intelligence. True. They are smart. Yeah. If they put the husband. Like Aishwarya, who transformed from Aishwarya Rai to Aishwarya Rai Bachchan. Honestly, അതിൽ ഒരു രസകരമായിട്ടൊരു സംഭവം നടന്നു. അതാ ഞാൻ പറഞ്ഞു. മുകേഷ് ആൻഡ് സിസ്റ്റർ സദ്യ, വെരി സ്വീറ്റ്. അവര് എപ്പോഴും ഒരു പ്രശ്നമായിരുന്നു അവർക്ക്, ഞാൻ ദേവിക മുകേഷ്. അവരെ മുകേഷ് ആയിട്ട് സ്വെയറിംഗ് ഇൻ സെറമണി.
swearing in ceremony നമുക്ക് പാസ് വേണം. പാസ്സിൽ ഷീ wrote as Devika Mukesh. Okay. അപ്പോൾ എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്, രേണു, മേത്തൂർ രേണു. നമ്മളെല്ലാവരും കൂടെ കയറുമ്പോൾ ആ ഗാർഡ് whoever was standing there, the guard, ഇവരുടെയൊക്കെ പേരിന് എല്ലാവരും അകത്ത് കയറ്റി. മേത്തൂർ രേണുക അകത്ത് കയറ്റി. എന്നെ പറഞ്ഞു നിങ്ങൾക്ക് വേറെ സ്ഥലം ഇരിക്കാട്ടോ. ഞാൻ വേറെ ഒരു ക്യാബിനിൽ പോയി ഇരുന്നിട്ടാണ് ഞാൻ സ്വേറിങ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്ന് ഗാർഡിനോട് പിന്നെ ചോദിച്ചു. അല്ല അതല്ല വൈഫ്. So that Methil was the one that he remembered and he thought my sister was അതോടെ പിന്നെ സന്ദേശിച്ചു നിർത്തി. അതാണ് അതിന്റെ I just remember quite like no, it only shows that even after marriage you shouldn't compromise on your own space, your own identity. See what's in a name. If I change adum it's not, I wouldn't mind at all, honestly. പക്ഷേ ഞാൻ പറയും ഇനിയിപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. Women who change, that's entirely their choice. I mean, they feel connected to their husband, if the husband feels happier that way. എന്നോട് പാവം മുകേഷ് ആയിട്ട് ചോദിച്ചിട്ടുമില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. ബിക്കോസ് പേര് ചേഞ്ച് ചെയ്തുകൊണ്ടൊന്നും നമ്മുടെ അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ഓഫ് അറ്റാച്ച്മെന്റോ ഒന്നും ഇറ്റ് ഡസന്റ് really reveal anything. അല്ലേ? So attachment is very attached to a name. No, I read somewhere that you were not very happy with Mukesh Shetty joining politics and also entering the electoral political area, because you married a film actor. You didn't obviously marry a politician or an MLA. What was marrying a film actor was tough enough. Pardon me? I said marrying a film actor was tough enough. Tough enough, that's right. You have the answer, so I didn't want to make it tougher. No, I can rephrase that question. Now, marrying a film actor is tough enough. Marrying Mukesh the actor is tougher. and then getting married to or being the wife of Mukesh the actor, Mukesh the MLA. How was that journey about? വേറൊരു കാര്യമുണ്ട്, അത് മുകേഷ് ഏട്ടൻ ആയതുകൊണ്ട് ഇതൊന്നും പിന്നെ വലിയ പ്രശ്നമായില്ല. Okay. That is the answer. It was in the mind. പക്ഷെ അത് മുകേഷ് ഏട്ടൻ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട്. പക്ഷെ സൂക്ഷിക്കണം, പുള്ളി പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവരെയും കുറിച്ച് കഥ ഇറക്കുകയും കഥ എഴുതുകയും ചെയ്യുന്ന ആളാണ്. ഇനി എന്നാണ് ഭാര്യയെക്കുറിച്ച് കഥകൾ പുള്ളി ഇറക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് കേരളത്തിലെ ഒരു സമൂഹം. അങ്ങനെ ചെയ്യില്ല. പിന്നെ എല്ലാവർക്കും എന്നെയാ പേടി. അല്ല, അദ്ദേഹം ആരെയും ഉപദ്രവിക്കുന്ന ഒരാളല്ലല്ലോ. പുള്ളി ലൈഫിലെ എല്ലാ ചെറിയ മുഹൂർത്തങ്ങളെയും അല്ല അസലായിട്ട് ഹ്യൂമറൈസ് ചെയ്തും ഓരോന്നും ഇത് പറ്റിയ സാധനമാണ്. അതെ. അല്ല, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അസാധ്യമായ ഒരു കാര്യമാണ് ആ മെമ്മറി. പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന ഇവനെ ചെറിയ സംഭവങ്ങൾ പോലും പുള്ളി വളരെ ഗ്രാഫിക് ഡീറ്റെയിലാണ് പുള്ളി അവതരിപ്പിക്കുന്നത്. അതിൽ കുറച്ച് സ്പൈസ് ഒക്കെ കാണും. എന്നെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും സോൾട്ട് ആൻഡ് പെപ്പർ ഒക്കെ ഇടുമായിരിക്കും ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. സോ ബട്ട് ഐ എം ഷുവർ ഹി വിൽ റിമെമ്പർ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. പക്ഷേ that is what makes him observational skills and that's what makes him a supreme actor. Actually, when you married a superstar, actually, not just an actor. I married an extremely talented and intelligent. അതിനകത്ത് ഈ അടുത്ത് ഞാനൊരു ഫിലിം കണ്ട്. അതിൽ ജഗതി ചേട്ടനും മുകേഷ് ചേട്ടനും ജഗദീഷും കൂടെ ചേർന്നൊരു ഡാൻസ്. അതിനകത്ത് അന്തം വിട്ടുപോയത് മുകേഷ് എന്ന ആക്ടറിൻ്റെ അസാധ്യമായ ഡാൻസ് ടൈമിംഗ് ആണ്. ഐ ഡോണ്ട് നോ വെദർ യു വാച്ച് ദിസ് മൂവി. ഐ ഫർഗോട്ട് ദ നെയിം ഓഫ് ദ മൂവി. എനിക്കൊരു ലുനാറ്റിക് അസൈലത്തിൽ നിന്ന് ഇവർ ചാടിപ്പോകുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഇത് പഴയ സിനിമയാണെന്ന് മറന്നുപോയി. അപ്പോൾ ഞാൻ
ഒരു ഡാൻസർ കല്യാണം കഴിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഞാൻ അദ്ദേഹത്തിൽ കണ്ടു അവിടെ. അതെങ്ങനെ ഡാൻസർ കല്യാണം കഴിച്ച ഇമ്പാക്ട് കല്യാണം കഴിക്കുന്ന So my question to you is, did he learn a few dance steps from you, or did you learn a few acting tips from you? രണ്ടും നടന്നിട്ടില്ല. So there is no knowledge transfer that has happened. No, we've been so into our own work and profession that we didn't bother to step into each other's domain. Okay. Let it be unique. പക്ഷേ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മുകേഷേട്ടന് ചോദിച്ചിട്ടുണ്ടോ, ദേവിക, യു ആർ ബ്യൂട്ടിഫുൾ, യു ആർ ടാലൻറ്റഡ് ആൻഡ് യു ആർ എക്സ്ട്രീംലി ഗിഫ്റ്റഡ് ഡാൻസർ, വൈ ഡോണ്ട് യു ട്രൈ സിനിമ? No, he is not asking. Did that thought ever cross your mind? Thought cross ചെയ്യാനൊന്നുമില്ലല്ലോ. People, you would come with scripts and Mukesh would have a good time laughing whenever I say no. And I would say no to the scripts not because Mukesh എനിക്ക് ഭയങ്കര ജാടയായതുകൊണ്ടല്ല, എനിക്ക് പറ്റുന്ന സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. And I don't want to ചെയ്യണമെങ്കിൽ മര്യാദക്കുള്ള ഒരു സാധനം ചെയ്യണം. So what sort of script will excite you? What sort of role will excite you? അതറിഞ്ഞാണെങ്കിൽ ഞാനിപ്പോ എഴുതി തന്നെ. There are so many things that it should be a script where probably only I can do, or I would be the best person to cast. It shouldn't be something that anybody else can do, and or probably even better. When the script ഒക്കെ വേറെ ആർക്കും ചെയ്യാൻ പറ്റും, എന്നെക്കാട്ടും ഭംഗി അവർ ചെയ്യുന്നു. കുറച്ച് വരുന്നത് കുറെ ഈ ഡാൻസറിന്റെ ഡാൻസ് ടീച്ചേഴ്സ്, ഡാൻസറിന്റെ ഡബിൾ റോൾ. ഇവിടെ സിംഗിൾ റോൾ തന്നെ ഐ എം ലിവിങ് എ ഡാൻസേഴ്സ് ലൈഫ്. Why would I want to do a dancer life on cinema? And വരുന്നത് ഇപ്പോഴും ഐ ഡോണ്ട് തിങ്ക് ഡാൻസ് ഇസ് ഒരു നൃത്തം, അതിന്റെ പുറകെയുള്ള ഒരു സൈക്കി, ഇതൊന്നും സ്റ്റിൽ നോട്ട് ബീങ് ടാപ്ഡ് ഇൻ സിനിമ. ഇപ്പോഴും ഡാൻസ് ഇസ് നത്തിങ് മോർ ദാൻ an അലങ്കാരം അല്ലെങ്കിൽ ഒരു ഓർണമെന്റേഷൻ. Cinema, it is still an ornamentation. But if you can have so many scripts based where you can actually use dancers to act out, it needn't be dance-based movies. You get it? I don't know if you get it. There are certain skill sets that probably we have that will be best portrayed on screen. അത്തരമൊന്നും ഞാൻ കണ്ടിട്ടില്ല. വന്നിട്ടുള്ള എവറി ടൈം ദ ക്ലീഷേഡ് സബ്ജക്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഡാൻസർ വെയറിങ് എ സാരി, കാഞ്ചീപുരം തട്ടിക്കിഴി വെച്ച് ഒരു വലിയൊരു തറവാട് വീട്ടിൽ പഠിപ്പിക്കുക ഇരുന്നിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഷീ മേ ബി ഡിപ്രഷൻ, ബി അലോൺ, എല്ലാം ത്യാഗം ചെയ്ത്, ഇതൊന്നും അല്ല കേട്ടോ ഡാൻസ്. അല്ല. That brings me to an interesting question. It is interesting for me, but it could be irritating to you. What is dance to you? ഇത് മൊത്തം രാമായണം മുഴുവൻ വായിച്ചിട്ട് സീതാരാമൻ്റെ കസിനാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. പക്ഷേ I'd like to know your definition. How do you connect with dance? I wouldn't even call it dance, because dance is a very mediocre term for an Indian classical dance performer. There's a lot of difference between dance എന്ന് പറയുന്നത് നമ്മളിപ്പോ ആഹ്ലാദത്തിൽ കളിക്കുന്ന ഒരു ഡാൻസ് ആണ്, നമ്മൾ ഒരു ഒരു സെലിബ്രേഷന് കളിക്കുന്ന ഡാൻസ് ആണ്. ജസ്റ്റ് മൂവിങ് വിത്ത് റിതം ഇസ് ഡാൻസ് അല്ല, ഈവൻ വെദർ ദ റിതം ഇസ് ഹേർഡ് ഓർ അൺഹേർഡ്. നമ്മളൊക്കെ ചെയ്യുന്ന അതും വി ആർ ആക്ച്വലി repositories of a culture and of an intangible cultural heritage, and that is what we are embodying. Our body actually is only a medium for us to disseminate this heritage. And when we do that, we are not only tickling the history, we are also tickling emotions, literature. മോഹിനിയാട്ടം ആണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ലെജൻസ്, ഇവിടുത്തെ ഒരു പെർട്ടിക്കുലർ ബോഡി ലാംഗ്വേജ്, ഹാൻഡ് ഗസ്റ്റർ ലാംഗ്വേജ്, താന്ത്രിക് സിസ്റ്റംസ്, റിച്വലിസ്റ്റിക് സിസ്റ്റംസ്, മ്യൂസിക്കൽ സിസ്റ്റംസ്, ഇതെല്ലാം നമ്മൾ ഇൻ വൺ ഗോ ചെയ്യുന്നതാണ്. So I wouldn't relegate myself, or the art that I perform as just dance. I think we are all torch bearers, basically, of something that is so rudimentary in our culture and something that is so historic.
For me, this is if still sticking to your dance, then it's a medium for me to connect with myself, essentially, to connect with that divine light. It's a medium through which I have often gone back to set myself right, to set my emotions intact, to be unattached or to be detached, to not fall when I'm depressed or when I'm sad, and not to be extremely or overtly elated when I'm happy. It's been a complete leveler. Excellent. Now, some funny questions to end the show. Who's your favorite actor? You can't say Mukesh. I will not say. Oh, no. Okay. Lots of them actually. Somathilagan sir, അല്ല ഇപ്പോഴത്തെ ലിവിങ് ആക്ടേഴ്സ് hero person. Yeah. മുകേഷ് ആരും കേൾക്കണ്ട. ഇല്ല, ഇത് സെപ്പറേറ്റ് നമുക്ക് ക്ലിപ്പിംഗ് ആയിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നുണ്ട്. He's a very nuanced actor. Yeah. That's what I feel. So who's your favorite actor? അത് കേട്ടില്ലേ ഉത്തരം? ഞാൻ പറഞ്ഞല്ലോ, I said Mohanlal. മോഹൻലാൽ. Okay. Sorry. My bad. Mohanlal, he's a very nuanced actor and അതാ പറഞ്ഞ മുകേഷ് ആരും കേൾക്കണ്ട. ഇല്ല, അദ്ദേഹത്തിന് കേട്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടെ പറയാം ഞാൻ. To end the show. Because when you see Mohanlal and Mukesh on a single frame, ഇത് സമൂഹം നോട്ടീസ് ചെയ്തതെന്ന് അറിയില്ല. ഇവർ രണ്ടുപേരും ഒരു ഫ്രെയിമിലായിട്ടുള്ള പല സിനിമകളുണ്ട്. ആ സിനിമകളിൽ നമ്മൾ കാണുന്നൊരു ഒരു സത്യമുണ്ട്. The way Mukesh the actor literally pushes Mohanlal out of the frame with his uncharacteristically superb timing. I can show you at least 2 films. Have you noticed this? അത് ഞാൻ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. That's a skill that he has in that particular genre. മോഹൻലാലിനെ സംബന്ധിച്ച് various other വേറെ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ skills are unparalleled. So like you said, ഇപ്പൊ ഞാൻ ഒരുപാട് പേര് മറ്റേ ഛായാമുഖി എന്നുള്ള നാടകം കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, ബട്ട് ഒരുപാട് പേര് പറഞ്ഞു മുകേഷ് ഏട്ടൻ്റെ ആ ഒരു സെൻസ് ഓഫ് ടൈമിംഗ് വാസ് ഔട്ട് ഓഫ് ദ വേൾഡ്. They all have their own strength. Yeah. My last question to you: wife, daughter, dancer, mother, which is the role that you play effortlessly without putting up a great effort? Answer. Well, thank you, Medhil Devika. That was the inimitable Medhil Devika for us conversations, and has great pride and privilege to have a august presence this afternoon for being with us. Devika, words abound. Thank you so much for being part of us. Thank you, Sunil, for asking me a lot of interesting questions. I enjoyed your interview. Thank you so My much. pleasure. You take care. Thank you. Well, that was Medhil Devika, the inimitable dancer who has her own personality and somebody who has worked her way up, somebody who is fearless, somebody who has always spoken her mind out. Great having Medhil Devika with us on Conversations for your favorite channel, And this is signing off, Big Mouth on the mic, Sujil Chandra Bose.